ഞാൻ. ചെറിയ പേരൊന്നുമല്ല. എനിക്ക് ടോപ്പ് സ്കോറും ഇവന് ബെസ്റ്റ് പ്ലെയറാണ് കിട്ടിയത്. സത്യത്തിൽ അത് എൻ്റെ ഒരു സ്വപ്നമാണ്. ലക്ഷ്യം പറയരുതെന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ ലക്ഷദ്വീപ് ഫൈനലിൽ തോറ്റുപോയി. ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് വാട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് ഐമൻ നസർ, ലക്ഷദ്വീപിൻ്റെ ഇരട്ടമുത്തുകൾ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന അവരെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഐമൻ നസർ, സ്മാർട്ട് വാട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഐമൻ ആരാണ്, അസർ ആരാണ്? ഞാനാണ് ഐമൻ. ഓക്കെ, ഒത്തിരി സന്തോഷം. കാരണം എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പേര് പറയും, പക്ഷേ ഓഡിയൻസിന് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് ആരാണ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നമ്മൾ ഇന്നൊരു ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലെ രണ്ട് ചെറുപ്പക്കാരെ, വളർന്നു വരുന്ന നാളെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളാകാൻ പോകുന്ന രണ്ട് ഇരട്ട സഹോദരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? ആദ്യത്തെ ഓർമ്മ എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് മുതൽ ഞങ്ങൾ രണ്ടുപേരും ലക്ഷദ്വീപിൽ നാട്ടിൽ കളിച്ചു കൊണ്ടിരിക്കണമായിരുന്നു ഫുട്ബോളും. അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ഫസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം കളിച്ചത് ഒരു ടൂർണമെൻറ്റിലാണ് അവിടുത്തെ. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞത്. കാരണം അവിടെ ഞങ്ങൾ എത്ര 4ാം ക്ലാസ് എന്തോ പഠിക്കണത് ഒരു ടൂർണമെൻ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ ഞങ്ങൾ കളിച്ചിട്ട്, പക്ഷേ അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ പേര് ചെൽസി എന്ന് പറഞ്ഞൊരു ടീമായിരുന്നു. ചെറിയ പേരൊന്നുമല്ല. അല്ലല്ല, അവിടുത്തെ ഈ ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. അപ്പോൾ ഞങ്ങൾ അതിൽ ഫൈനലിൽ തോറ്റുപോയി. പക്ഷെ അന്ന് എനിക്ക് ടോപ്പ് സ്കോറും ഇവന് ബെസ്റ്റ് പ്ലെയറാണ് കിട്ടിയത്. അതാണ് ഒരു ഫസ്റ്റ് ഓർമ്മ. അതാണ് കളിക്കുന്ന ഒരു ഓർമ്മ. അല്ലാതെ നമ്മള് കളികളെല്ലാം കണ്ടിട്ടുണ്ടോ? ടി വിയിലൊക്കെ അതിന് മുമ്പ് കളികൾ കണ്ട ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ, ഞങ്ങൾക്ക് എൻ്റെ ഫാദറിന് കോഴിക്കോട് കാലിക്കറ്റ് വർക്ക് ചെയ്യുന്ന ടൈമിൽ വേൾഡ് കപ്പ് ഉണ്ടായി. അപ്പോഴാണ് മെസ്സിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ജർമ്മനി ആയിട്ടുള്ള ഒരു കളി 2006 സംതിങ് കറക്റ്റായിട്ട്. അപ്പോഴാണ് ശരിക്കും വേൾഡ് കപ്പ് എന്താന്ന് കാണുന്നത്. ഫുട്ബോൾ ഉണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ ആ മുമ്പ് ഇങ്ങനെ ബെക്കാം, മെസ്സി അങ്ങനെ കുറെ പറയണല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും കാണുന്നത് മെസ്സി, തോമസ് മുള്ളർ, ഇവരെ. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ ലക്ഷദ്വീപിലെ ആ ബാല്യം കഴിഞ്ഞ് പാപ്പാടെ കൂട്ടത്തിൽ കൊച്ചിയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലും ഫുട്ബോളിലും? മാറ്റം എന്ന് വെച്ചാൽ, ഞങ്ങൾ ശരിക്കും SH അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ബ്രദറിന് ഇവിടെ പഠിക്കാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു സാറുണ്ട്, അൻവർ സാർ. ആ സാർ വാപ്പയോട് കോണ്ടാക്ട് ചെയ്ത് അപ്പം ഇങ്ങനെ ഞങ്ങൾ SH തന്നെ എടുത്ത്. അപ്പം അവിടെ ഒരു കോച്ച് ഉണ്ടായി. അപ്പം അവിടെ നിന്നാണ് ഇങ്ങനെ ട്രെയിനിങ്, രവി സാർ, അവിടെയാണ് ഞങ്ങൾ ജോയിൻ ചെയ്യണത്. അപ്പോഴാണ് ഇങ്ങനെ ഫുട്ബോൾ, ഇങ്ങനെയാണ് ഫുട്ബോൾ, ഇങ്ങനെ കുറേ ഉണ്ട്, ഇങ്ങനെ അക്കാഡമി ഇവിടെ നിന്ന്. അവിടെ നിന്നാണ് ശരിക്കും ആ ഒരു മാറ്റം അവിടെ നിന്ന് വന്നതാണ് ഞങ്ങളുടെ ശരിക്കും ചേഞ്ച് ആയത്, ഞങ്ങളുടെ ലൈഫ് ഫുട്ബോളിലോട്ട് മാറിയത് എന്ന് പറയാം. വെറും ഫുട്ബോൾ അതുവരെ ഫുട്ബോൾ, ക്രിക്കറ്റ് നമ്മുടെ ആ ഒരു സീസൺ ഒരു ഇതായിരുന്നു. ആ ഫുട്ബോളിലേക്ക് മാറി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ടീനേജ് ഒക്കെ ആ ഒരു ഏജിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സത്യത്തിൽ ലക്ഷ്യം ശരിക്കും ലക്ഷ്യം പറയരുതെന്നതാണ്. നിങ്ങൾ ലക്ഷ്യം പറയണം, തീർച്ചയായിട്ടും പറയണം. ഞങ്ങളെപ്പോഴും അതായത് ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിച്ച് തുടങ്ങി, ഞങ്ങൾ പറഞ്ഞില്ല SH എന്നാണ് തുടങ്ങുന്നത്. അപ്പം അത് ഒരു സമയം കുറച്ച് ബുദ്ധി ഉറക്കണം. എന്ന് വെച്ചാൽ ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയമല്ല. അന്ന് മുതൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ അവിടുത്തെ ടീമിൽ കളിക്കണമെന്നാണ് ഏറ്റവും വലിയ എന്താ പറഞ്ഞാൽ, നമുക്ക് ഇപ്പം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇന്ത്യനെക്കാട്ടിയും മച്ച് ബെറ്ററാണ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് ഇതൊക്കെ പോകുന്നു. കുറെ പഠിക്കാനും ഉണ്ടാവും അവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ടാവും, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുറത്തത്തെ കോച്ചസ് വന്നാൽ അവരുടെ ഇതാ. പക്ഷെ നമ്മൾ അവിടെ പോയാൽ അവരെക്കാട്ടി ഇരട്ടി ടോപ്പിലുള്ള കോച്ചസിൻ്റെ അണ്ടർ ചെയ്താൽ നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റും ഫുട്ബോളും കുറേ പഠിക്കാനാണ്.
അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്പിൽ കളിക്കണം എന്നാണ് ഏറ്റവും വലിയ സ്വപ്നം രണ്ടുപേരുടെ. സത്യത്തിൽ അത് എൻ്റെ ഒരു സ്വപ്നമാണ്. അടുത്ത ഒരു 20 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് 50 പിള്ളേരെയെങ്കിലും യൂറോപ്യൻ ലീഗിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് മുഴുവൻ. നമുക്കിനി ഈ വയസ്സായ കാലത്ത് ഫുട്ബോൾ കളിക്കാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മുടെ വരും തലമുറ ആ ലെവലിൽ കളിക്കണം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. എനിവേ അത് വേറൊരു സബ്ജക്റ്റാണ്. ഇനി നിങ്ങളുടെ രസകരമായ ചില കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇരട്ടകളാണ്. പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല ഇതിൽ അയ്മൻ ആരാണ്, അസർ ആരാണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെ ടീച്ചർമാർക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ വല്ല അബദ്ധങ്ങളും വല്ലതും പറ്റിയിട്ടുണ്ടോ? അയ്മൻ ചെയ്ത തെറ്റിന് അസറിന് തല്ലി കിട്ടി അങ്ങനെ പോലത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്? അതിപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ലേ? അത് ഇപ്പം ചിലപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ചിലപ്പോൾ ടീച്ചർമാര് ഞങ്ങളെ വാപ്പാക്ക് ആദ്യം ഞങ്ങൾക്ക് കോഴിക്കോടായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 1ാം ക്ലാസ് എന്തോ പഠിക്കണ സമയത്ത് അവിടെ ഒരു സ്കൂളിൽ അപ്പോൾ ഞങ്ങൾ രണ്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതണത് ഇവന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അന്ന് ടീച്ചർ എന്നോട് ചോദിച്ചു എന്തിനാ നീ കാണിക്കാൻ പാടില്ല കോപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നോട് വാപ്പ പറഞ്ഞിട്ടുണ്ട് ഇവന് കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ഇതാ. പിന്നെ എല്ലാ എക്സാമിനും എന്ന് വെച്ചാൽ ഞാൻ ഇവനെ എഴുതിയോ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാനും കാണിക്കും. അതുപോലെ ഞാനിപ്പോ എഴുതി അപ്പൊ ആ ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവുമല്ലോ, കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഇപ്പൊ ടീച്ചർമാര് തല്ലാനൊക്കെ പിടിക്കുമ്പോ ഞാനല്ല ഇവനാ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മള് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലാണ് ഇപ്പൊ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ ഒരു സീസൺ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് റിസർവിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾക്ക് എന്താ പറയാ നല്ല ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോച്ച് ഉള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ഇവാൻ കോച്ച് ആശ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു റിസർവ് ചെയ്യുന്ന സീനിയർ ടീമിലോട്ട് വരുന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ട്രെയിനിങ് നോക്കിയാലും ഇന്റൻസിറ്റിയാണ് മെയിൻ. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ 1 മുതൽ കോച്ചായാലും അസിസ്റ്റന്റ് കോച്ചായാലും എല്ലാവരായാലും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ്. കാരണം അവരെന്തോ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പം അതുകൊണ്ട് അവർ ഇപ്പോൾ എന്ത് ചെയ്താലും മിസ്റ്റേക്ക് ചെയ്താലും ഈവൻ പ്ലേയേഴ്സ് ഓൾസോ മിസ്റ്റേക്ക് ചെയ്താലും അവർ പറയും കുഴപ്പമില്ല, ഇമ്പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഋതത്തിൽ എത്തണ ഒരു ടൈം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്തിയാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതുവരെ അവർ പേഷ്യൻസ് ആയിട്ടും എന്താ പറയുക മിസ്റ്റേക്ക് ചെയ്ത് അവർ അപ്പം തന്നെ ഇമ്പ്രൂവ്, അല്ലാണ്ട് വഴക്ക് അങ്ങനെയൊന്നുമില്ല. അതാണ് മെയിൻ പോസിറ്റീവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം ആ കോച്ചിൻ്റെ ഒറ്റൊരു ട്രസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിസർവ് ടീമിന്റെ കോച്ച് പുരുഷോത്തം സാറായിരുന്നു അല്ലേ? പുരുഷോത്തമൻ സാർ അസിസ്റ്റന്റ് കോച്ച് തോമക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പോളണ്ട് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് നിങ്ങളുടെ പ്ലാനിങ്ങുകൾ എന്താണ്? നിങ്ങൾക്കുള്ള ഒരു ചാർട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഞങ്ങള് 2-ാം തീയതി തായ്ലാൻഡ് പോവാ ഞങ്ങളുടെ അടുത്ത സീസണിന് വേണ്ടി. എത്ര ദിവസത്തെ കോച്ചിങ്? 2-3 ആഴ്ച അവിടെ. എന്നിട്ട് അതിന് ഞങ്ങള് കൊൽക്കത്ത പ്രിപ്പയർ ചെയ്യാനാണ് കൊൽക്കത്തയിൽ. എല്ലാ സ്ഥലത്തും ഉണ്ട്, ഡൽഹി, കൊൽക്കത്ത ഒരു പാർട്ട്. അപ്പോൾ നമ്മൾ ഈ തായ്ലൻഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ മറ്റുള്ള ടീമുകളായിട്ടൊക്കെ കളിക്കാനൊക്കെ ഉള്ള അവസരം കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മറ്റേ നിങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് നടക്കുമ്പോൾ ഏത് ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഗ്രൗണ്ടിലാണ്. ഫുട്ബോളിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് യാത്ര ചെയ്താണ് കേരളത്തിനകത്ത്, ഒരുപാട് ദൂരം ഞങ്ങൾ യാത്ര ചെയ്താണ്. അപ്പോൾ ഒരു ഫുട്ബോളൊക്കെ ഒരു വേൾഡ് കപ്പൊക്കെ വരുമ്പം നമുക്ക് മെസ്സിയുടെ ബാനറുകൾ കാണാം, മറ്റേ ഡൊണാൾഡോയുടെ കാണാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കളിക്കാരുടെ ബാനറുകളും പോസ്റ്ററുകളും വലിയ വലിയ കട്ടൗട്ടുകളൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. നാളെ അങ്ങനെ ലക്ഷദ്വീപിലും കേരളത്തിലും നിങ്ങളുടെ കട്ടൗട്ടുകൾ വരുന്നൊരു ദിവസം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പം ഞങ്ങളുടെ കട്ടൗട്ട് ചെറുതായിട്ടൊക്കെ ലക്ഷദ്വീപിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഒരു 2-3 വർഷമൊക്കെ മുമ്പ് നമ്മൾ റീല് കാണുമല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഓരോരോ ആക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റോരോരോ പ്ലേയേഴ്സിൻ്റെ ഒക്കെ റീൽ ഇങ്ങനെ വന്ന് കിടക്കും, അവർ കാണിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓരോ റീൽസ് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ എന്താ ഇപ്പോൾ 2 ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണത്
അപ്പോൾ അത് നമ്മുടെ ഫാമിലിക്കായാലും പാരൻസിന്, കാരണം അവരും നമ്മളെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ. അപ്പോൾ അന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായി അങ്ങനെയൊക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എന്നുവെച്ചാൽ ദൈവം പാതി അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒപ്പം നമ്മുടെ ദൈവമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം. ഏതൊരു കാര്യത്തിനും പരിശ്രമം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദൈവകൃപ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്കിപ്പോ ഒരു എന്താ ഇപ്പൊ ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റോഡ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നടന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു കിട്ടിയേക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ മാത്രമേ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവസരം കിട്ടുന്നത് വളരെ റെയറായ ആളുകളാണ് അല്ലേ. നമ്മൾ ആലോചിക്കണം, ഇന്ത്യൻ ടീമിൽ 22 പേര് ടീം എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളിൽ നിന്നാണ് 22 പേര്. വളരെ പ്രീഷ്യസ് ആയ വ്യക്തിത്വങ്ങളാണ് ആ 22 പേര്. അതിൽ ഒരാളാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതായിരിക്കണം തുടക്കത്തിലെ ഒരു ലക്ഷ്യം മനസ്സിലെപ്പോഴും. നമുക്ക് നാളെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ നാളെ യൂറോപ്യൻ ലീഗിലെ ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമാകാൻ മാഞ്ചസ്റ്ററിൻ്റെയോ ഏതിൻ്റെ ആയാലും ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം. അതായിരിക്കണം നമ്മളുടെ. നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല ഉണ്ടോ? എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചുള്ള ഫുട്ബോൾ കളിക്കാന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല, ഒന്നും ചിന്തിക്കാനില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഫുട്ബോൾ ജേർണിയിൽ പാപ്പയുടെ റോൾ എന്താണ്? എവിടെയാണ് അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നത്? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കണമെങ്കിൽ വാപ്പാൻ്റെ ഒറ്റൊരു ഹാർഡ് വർക്കാണ്. കാരണം വാപ്പാൻ്റെ ഇപ്പോൾ എന്താ പറയുക, അവിടെ ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ 5 വർഷം മാറും ജോലി ഇപ്പോൾ ഓരോ സ്ഥലത്തും. പക്ഷെ എന്നിട്ടും ഇവിടെ തന്നെ നിന്ന്, കാരണം രാവിലെ ഇപ്പോൾ എന്താ പറയുക 5 മണിക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടായിരിക്കും ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ഇപ്പോൾ വേറെ സ്ഥലത്ത് ഇപ്പോൾ വേറെ ദൂരത്ത് ട്രെയിനിങ് ഉണ്ട്, അവിടെ മാച്ചസിനൊക്കെ കൊണ്ടുപോകണ വാപ്പാണ്. മെയിൻ റോള് ആണ് വാപ്പയാണ്. എത്ര വർഷത്തെ കഠിനാധ്വാനമുണ്ട് അദ്ദേഹത്തിന്? ഞങ്ങള് ഒരു 10 വർഷം 6ാം ക്ലാസ് മുതലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 6ാം ക്ലാസ് മുതൽ ഫുട്ബോളിന് പറയാം. ഉമ്മയായിരുന്നു. നാളെ ഒരു വലിയ യൂറോപ്യൻ ലീഗിലൊക്കെ കളിക്കുമ്പോൾ ബാപ്പ അവിടെ ഭയങ്കര അഭിമാനത്തോടുകൂടി ഇരുന്നത് കളി കാണുന്ന രംഗമൊക്കെ ആലോചിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കണം. ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യണം ആ രംഗങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര പവറുള്ളൊരു ടൂളാണ് ആക്ച്വലി വിഷ്വലൈസേഷൻ. അതുപോലെ ഒരു പവറുള്ളൊരു ടൂളാണ് സെൽഫ് ടോക്കിംഗ് എന്ന് പറയും. നമ്മളത് വീണ്ടും വീണ്ടും പറയണം. അതെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ കൂടെ ആകുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ISL കല്ലൂർ സ്റ്റേഡിയത്തിൽ കളിക്കുന്നപ്പോൾ ഉമ്മയും വാപ്പയും വന്ന് കളിയാണ്. അപ്പം അങ്ങനെ കുറേ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒപ്പം സംസാരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓൾറെഡി പരിശ്രമിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ടൂളാണത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഞാൻ അതൊക്കെ ശരിക്കും ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനത് സ്പെഷ്യലി പറഞ്ഞത്. ഞാൻ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അധികം വിക്കുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാനൊരു വലിയ വിക്കനാണെന്ന് തോന്നിയത്. പക്ഷേ എനിക്ക് ഇങ്ങനെ നിങ്ങളോട് ഇപ്പോൾ ഈ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര അധികം വിക്കാൻ. അത് ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലോകത്ത് നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മളത് ആഗ്രഹിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അതിങ്ങനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും റിപ്പീറ്റ്ലി അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കത് വലിയ വലിയ നേട്ടങ്ങൾ നേടിത്തരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബാപ്പയെ പറ്റി പറഞ്ഞു. ഇനി ഒരാളെ കൊണ്ട് ചോദിക്കണം, ഉമ്മയെ പറ്റി എന്താ പറയാനുള്ളത്? ഉമ്മ എന്ന് വെച്ചാൽ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഞാൻ വരാറില്ല. പക്ഷേ വാപ്പ ചെയ്ത ആ ഒരു കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ്സ് എന്ന് വെച്ചാൽ ഫുട്ബോളിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനാണ്, ഫുഡാണ്. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് ഉമ്മ ചെയ്തു തരുന്നതും പിന്നെ ഞങ്ങൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ എന്താണ്
5 മണിക്ക് എഴുന്നേക്കണം. ഞങ്ങൾ കൗൺസിലുള്ള സമയത്ത് 5 മണിക്ക് എഴുന്നേക്കണം. നിങ്ങളെ 5 മണിക്ക് വിടണമെങ്കിൽ ഉമ്മ 4 മണിക്ക് എഴുന്നേക്കണം. ഉമ്മ ചായ ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ വിളിക്കൂ. അപ്പൊ അതിന്റെ ഇതുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡ് വാപ്പ കൊണ്ടുവരും. അപ്പൊ ഉമ്മ അതിന്റെ ഫുഡ് ഉണ്ടാക്കണം. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫുഡ് ആയിരിക്കൂല ഇവരേക്കണം. അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ 2 പാർട്ട് ഫുഡായിട്ട് ഉണ്ടാക്കണം. പിന്നെ വൈകിയ കിടക്ക, എഴുന്നേക്കുമ്പോ ഇതാകും. എത്ര മണിക്കൂർ ഉറങ്ങും? ഞങ്ങൾ 8 കൂടുതൽ. എത്ര മണിയാകുമ്പോൾ കിടക്കും? 10 മണിയാകുമ്പോൾ 11 മണി 11 മണി വന്നപ്പോ 11 കാലം വന്നപ്പോ ബെഡ് കിടന്നുറങ്ങും. 5 മണിക്ക് 5:10. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാരാണ് രണ്ടുപേരിൽ? അങ്ങനെയല്ലേ, രണ്ടുപേരും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടല്ല ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ റിലേറ്റഡ് ഇപ്പൊ മോട്ടിവേഷൻ, പിന്നെ ഈ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനെ കുറെ ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് കൂടുതലും കാണുക. പിന്നെന്ന് പറഞ്ഞാൽ കുറെ കളികൾ, ഫുൾ മാച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ യൂറോന്റെ പൊസിഷൻ കളിക്കണം. അപ്പൊ അവരുടെ കുറെ കാണും. പിന്നെ ചെറിയ സിനിമ, യൂട്യൂബിൽ നിങ്ങൾ കോച്ചിങ് വീഡിയോസ് ഒക്കെ ട്രെയിനിങ് അതൊക്കെ കാണാറില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം ഏതാണ്? കൺട്രി വൈസ്, ഇന്ത്യൻ ടീം അല്ലാതെ. ക്ലബാണോ? കൺട്രി. എനിക്ക് ജർമ്മനി. ബ്രസീൽ. അത് ഇപ്പോ വേൾഡ് കപ്പ് വന്നെങ്കിൽ അർജന്റീന ആയിരിക്കും. പക്ഷെ ഇപ്പൊ യൂറോ നോക്കുന്നപ്പോ യൂറോ നടക്കുന്നതുകൊണ്ടാണ് ജർമ്മനി അല്ലേ? എന്ന് പറഞ്ഞാ ഞങ്ങൾ ആദ്യം ഒരു പ്ലെയറിന്റെ പേരറിയണ മെസ്സി. ഫസ്റ്റ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് മെസ്സിനാണ്. എന്ന് പറഞ്ഞാൽ വാപ്പാടെ ഫേവറേറ്റ് പ്ലെയർ മെസ്സിയാ. അപ്പൊ ഇങ്ങനെ മെസ്സി അർജന്റീന എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിക്കുമ്പോ എന്താണ് മെസ്സി കപ്പടിക്കണോ എന്നുള്ള ഒരു നല്ല ആഗ്രഹം ഉണ്ടായി. ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്? നെയ്മർ. എനിക്ക് ഷാവി. സ്പെയിനിലെ. ഞാനൊക്കെ പണ്ട് ഒരു 80s മുതൽ ഫുട്ബോൾ കാണുന്ന ഒരാളാണ്. ഇന്ത്യൻ കളിക്കാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് കളിക്കാരൻ? എനിക്ക് സാഹിൽ. നമ്മുടെ ഇപ്പം ബഗാനി കളിക്കാൻ നല്ല നല്ല കളിക്കാരനാണ്. എനിക്ക് തോന്നുന്നു മലപ്പുറംകാരനാണ്. കണ്ണൂർ. ഇനി എനിക്ക് നിങ്ങൾ ഓൾറെഡി ഒരു 10 അല്ലെങ്കിൽ 12 വർഷത്തെ ഒരു കോച്ചിങ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്ര വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് നിങ്ങളിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ എത്തി നിൽക്കുന്നത്, വളർന്നു വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളൊരു 8 വയസ്സുള്ള കുട്ടികളെയാണ് ഇനി ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. 8 വയസ്സിലെടുത്ത് അവരെ അടുത്തൊരു 15 വർഷം വരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പം അങ്ങനെ ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സിൽ ഫുട്ബോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. കാരണം അവരുടെ എല്ലാം മനസ്സിൽ നെയ്മറും മെസ്സിയും അവരുടെയൊക്കെ ഫോട്ടോ ആയിരിക്കും അവരുടെ എല്ലാം മനസ്സിൽ. അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ട്രെയിനിങ് വൈസ് അവരെന്തായിരിക്കണം, അവരെങ്ങനെ വേണം അവർ ബിഹേവ് ചെയ്യാൻ? കാരണം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ പറയും അവർക്ക് എന്താ പറയാ, ഒരു ബോൾ കൊടുക്കുക എന്ന് പറയുക, ഒരു ഫ്രീഡം കൊടുക്കുക. ബോൾ കൊടുത്ത് അവർക്ക്, കാരണം ഈ പ്രായത്തിൽ നമ്മൾ ഇപ്പം ഞാനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോച്ചസ് ഞങ്ങളെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഞങ്ങൾ കളി ഉണ്ടാക്കി ഗ്രൗണ്ട് ഓടിക്കുക, എന്നിട്ട് കളിക്കുക, അതാണ്. പക്ഷെ ശരിക്കും ഈ പ്രായത്തിലാണ് നമ്മൾ എല്ലാ എന്താ പറയുക ഫണ്ടമെൻ്റൽ ഇതൊക്കെ ചെയ്യേണ്ടത്, പാസിങ്ങും അങ്ങനെ കുറേ. അപ്പോൾ അവർക്കൊരു ബോൾ കൊടുക്കുക, അവർ താനെ ചെയ്യുക എന്നാൽ ആ ടൈമിലായിരിക്കും ക്രിയേറ്റിവിറ്റി വരിക. അവർക്കൊരു ബോൾ കൊടുക്കുക ഫ്രീ ആയിട്ട്, ഒരു ഫ്രീഡം പോലെ. അതല്ലാതെ കുട്ടികളോട് എന്താ പറയുക? പിന്നെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. എല്ലാ കൊച്ചുങ്ങൾക്കും ഓരോ ഡ്രീം ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഇതിലത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, ക്ഷമ. ഇപ്പോൾ ഓരോ ആൾക്കാർക്കെന്ന് വെച്ചാൽ ഇന്ന് വർക്ക് ചെയ്താൽ നാളെ അതിന് എനിക്കുള്ളത് കിട്ടണമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതിന് കുറേ സമയം എടുക്കും. മേ ബി 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ, ചിലപ്പോൾ 2 മാസത്തിനുള്ളിലൊക്കെ കിട്ടും. അപ്പോൾ എന്താ, ഹാർഡ് വർക്ക് ചെയ്യുക, എന്താണ് പേഷ്യൻ്റായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ബിലീവ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സെൽഫ് ഡൗട്ട് വരും, പറ്റൂലേ. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് പറ്റും, നമുക്ക് ആ സാധനം വരും. ആ ഒരു ഇതിൽ തന്നെ നിൽക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക. എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്, ടാലൻ്റ് ഇല്ലാത്ത ആരുമില്ല. പക്ഷേ ലൈക്ക് ഹാർഡ് വർക്ക് ഇല്ലാണ്ട് കാര്യമില്ല.
ആ ടാലന്റ് നിലനിർത്തി പോകാൻ പറ്റില്ല. പോളിഷ് ചെയ്ത് വെക്കണം. പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് ഓട്ടോമാറ്റിക്കലി ആ ഇൻട്രസ്റ്റ് വരും. എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഒരു പ്ലെയർ ഉണ്ടായി, ഫെഡർ എന്ന് പറയണം, ലിത്വേനിയൻ പ്ലെയറാണ്. അപ്പോൾ ആൾക്കൊരു മോനുണ്ട്. അപ്പോൾ ആളിപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ എയർപോർട്ടിൽ പോകുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കും. കാരണം ഞങ്ങൾ കുറേ, ഞാനും ഇവൻ നിഹാലി വിപി ഞങ്ങൾ എല്ലാം കുറേ ചോദ്യം ചോദിക്കും. അപ്പോൾ ആൾ പറയും ആളുടെ മോന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ മുമ്പ് ആൾ എഴുന്നേക്കും, ആ മോനെ എഴുന്നേക്കും. എന്നിട്ട് ആ ബോൾ വെച്ച് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഇറങ്ങി അടിയിലോട്ട് പോകും ജിമ്മ്. എന്നിട്ട് ബോൾ വെച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ ഇൻട്രസ്റ്റ് തന്നെയാണ്. അല്ലാണ്ട് ഇവര് ആളായിട്ട് പറഞ്ഞു കൊടുത്തതൊന്നല്ല. ആ ടീമില് ട്രെയിനിങ് ഉണ്ടാവുമ്പോ മോനെ കൊണ്ടുപോകുന്നു. അപ്പൊ അത് കണ്ട് പഠിച്ച്. അപ്പൊ എന്താ പറയാ, നമുക്കൊരു ഇൻട്രസ്റ്റ്, ഒരു സ്നേഹം വരെ ഫുട്ബോളിനോട്. അപ്പൊ താനെ ആ പേഷൻ എന്താണ്, ആ ഇൻട്രസ്റ്റും നമുക്കത് ആവണം, അത് താനെ വന്നോളൂ. നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നമ്മൾ നിങ്ങളുടെ ബാല്യത്തെക്കുറിച്ചും നിങ്ങളുടെ പാപ്പായുടെ കൂടെയുള്ള യാത്രയും നിങ്ങളുടെ ഗ്രോത്തും എല്ലാം ഒത്തിരി നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഇനി കളിക്കാൻ പോകുന്ന തായ്ലൻഡിൻ്റെ അതിനെ വരെ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് അവസാനമായി ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ലക്ഷദ്വീപിനെ പറ്റിയാണ്. ഇതിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോലും ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സമയമാണ്. കാരണം നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് മാക്സിമം ആളുകൾ പോകണം, ലക്ഷദ്വീപ് അത്ര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ ലക്ഷദ്വീപ് എന്താണ്? മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ അവിടെ ഇപ്പോൾ ഒരാളുടെ വീട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഭാഗത്തിലെ എല്ലാവരുടെയും പ്രശ്നം എന്തുണ്ടെങ്കിലും ഒരു കെട്ടായിട്ട് ഇത്രയ്ക്ക് സ്നേഹത്തോടെ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ എല്ലാം അവിടെ. ഇപ്പൊ നമ്മള് എന്താണ്, നമ്മുടെ ഇവിടത്തെ പോലെ വീടൊക്കെ എടുക്കുമ്പോ നമ്മുടെ ഇവിടെ കോൺട്രാക്ട് പണിയൊന്നുമല്ല. അവിടെ എന്റെ വീടാണ് എടുക്കണമെങ്കിൽ എന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാവരും സഹായിക്കും. പണ്ട് കാലത്ത് ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒരു നമ്മള് പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഈ ഓല മേഞ്ഞ വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഓല പൊളിച്ചു പണിയുന്ന ഒരു എല്ലാ വർഷവും ആഴ്ച കെട്ടണമല്ലോ. അപ്പോൾ ആഴ്ച കെട്ടുന്ന സമയത്ത് അതിലൊക്കത്തുള്ള ഒരു 10 വീട്ടുകാർ കൂടി ഒരു 4-5 മണിക്കൂർ കൊണ്ട് കെട്ടി ആഹാരം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോകും. പള്ളിയിലുണ്ടെങ്കിൽ എല്ലാവരും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച്. അതുപോലെ ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇത്രയും ഉയരങ്ങളിലെത്തിയ വേറെ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനിയുള്ള തലമുറ ഇനിയും പറഞ്ഞല്ലോ, ഇത് ഐമനിലും അസറിലും തീരേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇനിയുള്ള തലമുറയും ലക്ഷദ്വീപിൽ നിന്ന് ഫുട്ബോളിലേക്ക് കടന്നു വരണം. അവരോട് എന്താ പറയാനുള്ളത്? അവരോടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അവരുടെ ഡ്രീം. ഇപ്പം നമുക്ക് എന്ത് ഡ്രീം ആയാലും, ഇപ്പോൾ ഫുട്ബോളല്ല വേറെ എന്ത് ഡ്രീം ആയാലും നമ്മൾ വിശ്വസിക്കുക. ഒരു ദിവസം നമ്മളത് എന്തായാലും എത്തും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ദൈവം നമ്മുടെ ഒപ്പം കൂടെ ഉണ്ട്. അപ്പം എന്തായാലും ഒരു ദിവസം എത്തും. അപ്പം എന്തായാലും വിശ്വസിക്കുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഇങ്ങനെ വന്ന് കാണാനും ഇങ്ങനെ ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്യാനുമുള്ള കൃപ തമ്പുരാൻ തന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇന്ത്യൻ ടീമൊക്കെ കളിച്ച് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു കളിക്കാരനുമായി വീണ്ടും എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.